സമനില തെറ്റിയ ജീവിതത്തിലൂടെ, ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജീവിതങ്ങളിലൂടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വിൻസെൻഷ്യൽ സഭാംഗമായ മാർട്ടിൻ പാലാട്ടി അച്ഛനിലൂടെ, അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ, നിരന്തരമായ പ്രയത്നത്തിലൂടെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുരിങ്ങൂരിനടുത്ത് ശാന്തിപുരം ഡിവൈൻ കെയർ സെൻറ്റർ എന്ന ആലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകത്തിലെ മറ്റേത് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനുണ്ട്. അതിൻ്റെ കാരണം, മറ്റെല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും വചന ശുശ്രൂഷ മാത്രമാണ് നടക്കുന്നതെങ്കിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വചന ശുശ്രൂഷയോടൊപ്പം പരസ്നേഹ ശുശ്രൂഷാ കേന്ദ്രങ്ങളുമുണ്ട്. യേശുവിൻ്റെ വചനം നൽകി മനുഷ്യ വ്യക്തികളെ രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും സൗഖ്യത്തിലേക്കും സന്തോഷത്തിലേക്കും പുതിയൊരു ജീവിതാനുഭവത്തിലേക്കൊക്കെ നയിക്കുമ്പോൾ, ഇപ്രകാരം മാനസാന്തരപ്പെട്ട രക്ഷയുടെ അനുഭവം സ്വീകരിച്ചതായ വ്യക്തികളെ ആജീവനാന്തകാലം താമസിപ്പിച്ച് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷാ കേന്ദ്രം, അപ്പോൾ വചന ശുശ്രൂഷയും പരസ്നേഹ ശുശ്രൂഷയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകത, അതാണ് മറ്റേത് ധ്യാന കേന്ദ്രത്തെക്കാളും വ്യത്യസ്തമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനുള്ള പ്രത്യേകത. സ്നേഹമുള്ളവരെ, ഏതാണ്ട് 14ഓളം ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ട്. ഈ 14ഓളം ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ കേന്ദ്രമാണ് ഡിവൈൻ കെയർ സെൻറ്റർ. മാനസിക രോഗികളായിട്ടുള്ള വ്യക്തികളെ അവരെ സ്വീകരിച്ച് ആജീവനാന്തകാലം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ കേന്ദ്രമാണ് ഡിവൈൻ കെയർ സെൻറ്റർ. അത് 2000 ആണ്ടിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വചന ശുശ്രൂഷകരിൽ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷകനായ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വല്യൂരാൻ അച്ഛൻ്റെ പൗരോഹിത്യ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഡിവൈൻ കെയർ സെൻറ്റർ ആരംഭിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. ഇവരിവിടെ വർഷങ്ങളോളം ജീവിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു സൗഖ്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഒരു ഭാഗികമായിട്ട് ഇവരെ ഒരുക്കുകയാണ്. ഇവിടെ വരാനിടയാകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ കുടുംബത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം, കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളും ഇവർക്ക് ഉള്ളതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതുകൊണ്ടും അല്ലെങ്കിൽ ജീവിത സാഹചര്യം വളരെ വിഷമമേറിയതായതുകൊണ്ടും പലരെയും ഇവിടെ കൊണ്ടുവന്നാക്കാൻ ഇടയാക്കുന്നു. ഒരുപാട് പേര് ഇവരെ ശ്രദ്ധയോടുകൂടെ ശുശ്രൂഷിക്കുന്നു, വന്ന് കാണുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ചെറിയ വിഭാഗം പേര് വീണ്ടും വന്ന് അന്വേഷിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടും ഞങ്ങൾക്ക് തോന്നാറുണ്ട്. എന്നാലും ഇവരെല്ലാവരും ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം ഒരുപാട് സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും
അനുഭവിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇടയാകുന്നു. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഭക്ഷണത്തേക്കാൾ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. സ്നേഹത്തോടു കൂടിയ ഒരു വാക്ക്, സാന്ത്വനത്തോടു കൂടിയ ഒരു സ്പർശനം, അവരോട് കൂടെ നിൽക്കുന്നു, അവരെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ള ഒരു ആശ്വാസവാക്കും ധൈര്യവും അവരേറെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവരും അങ്ങനെ ഒരു ചിന്താഗതിയോടു കൂടെയാണ് അവരോട് പെരുമാറുന്നത്. അവർക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ തരം റിസോഴ്സുകളും അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നതും. അതോടൊപ്പം തന്നെ 4 നേരവും ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നതും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ്. ഇവർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ആവശ്യം വരുമ്പോൾ അവരുടെ ആഗ്രഹം പറഞ്ഞാൽ പോലും ഏത് കാര്യവും ചെയ്യാൻ തയ്യാറായിട്ടുള്ള വൈദികരാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ ഇവരെ സഹായിക്കാൻ പുറത്തുനിന്നും ഇതിനോട് ചേർന്ന് സ്ഥാപനത്തോട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും പല രീതിയിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അവരുടെയൊക്കെ സഹായം കൊണ്ടും ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ടുമാണ് ഇവരെ പോലെയുള്ളവരെ നോക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങളിലും അവർ നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം അത് ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നു. ഇവരെ പോലെയുള്ള മാനസിക രോഗം ഉള്ളവരെ ചികിത്സിക്കുമ്പോൾ ധാരാളം ദൈവാനുഗ്രഹവും ക്ഷമയും നമ്മുടെ കൈമുതലായിട്ട് വേണം. കാരണം ഇവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും, ഇവർ എല്ലാ ദിവസവും പറയുന്ന ഒരേ കാര്യങ്ങളും കേട്ട് ഒരു പക്ഷേ മടുപ്പ് തോന്നാൻ സാഹചര്യമുള്ള ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. പക്ഷേ അങ്ങനെ നമുക്ക് തോന്നാതിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടാണ്. എപ്പോഴും എല്ലാ കാര്യത്തിലും ഇവരും നമ്മളോട് കഴിയാവുന്ന രീതിയിൽ സഹകരിച്ചാണ് മുമ്പോട്ട് പോകുന്നതായിട്ട് തോന്നുന്നത്. ഇവരുടെ മരുന്നിൻ്റെ പ്രത്യേകത കൊണ്ട് ചിലപ്പോൾ ക്ഷീണമുണ്ടായേക്കാം, എങ്കിലും ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള സന്മനസ്സുണ്ട്. ഇവിടെയുള്ള ഗാർഡൻ ആയാലും മറ്റ് ചെറിയ ചെറിയ പുല്ല് പറിക്കുന്നതോ ഗാർഡൻ നനയ്ക്കുന്നതോ അതുപോലെ ഭക്ഷണത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോ മറ്റു രോഗികളെ ശുശ്രൂഷിക്കുന്നതോ അങ്ങനെ ഒരുപാട് പേര് വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇടയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നാറുണ്ട്, ഇവരെ പോലെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അതവർക്ക് മാത്രമേ സാധിക്കൂ. അവർക്ക് അവരുടെ കൂട്ടുകാരെ ശരിക്കും മനസ്സിലാവുന്നതുകൊണ്ട് അവരെ ഏതറ്റം വരെ സഹായിക്കാൻ അവർ തയ്യാറുള്ളൊരു മനസ്സുള്ളവരായിട്ട് മാറിക്കഴിഞ്ഞു. അതൊക്കെ കാണുമ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള മനുഷ്യരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും നമുക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ മേഖലയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഏത് സ്റ്റാഫും എല്ലാത്തിനും തയ്യാറായിട്ട് വരുന്നവരാണ്. സാധാരണ കാണുന്ന ഒരു ഫോർമൽ റിലേഷൻ അല്ല, ഒരു കുടുംബത്തിലുള്ള ബന്ധമാണ് ഇവിടെയുള്ള സ്റ്റാഫായിട്ടും ഇവിടെയുള്ള അന്തേവാസികളായിട്ടും നമുക്കുള്ളത്. അങ്ങനെ എല്ലാ തരത്തിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പോകാനായിട്ട് അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം പല പേഷ്യൻസിൻ്റെയും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചുകൂടി കൂടുതലായിട്ടാണ് ഇവിടുത്തെ നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നുള്ളത്. പിന്നെ ഇതോടൊപ്പം തന്നെ ഈ ഇവിടെയുള്ള പല പേഷ്യൻസിനും പ്രമേഹം, പ്രഷർ, അതേപോലെ തന്നെ പക്ഷാഘാതം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ചില പേഷ്യൻസിൻ്റെ ബന്ധുക്കളോട് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ചില ആൾക്കാരുണ്ട്. പഴയ കാലത്ത് ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് പോയതിനു ശേഷം തീരെ ഇങ്ങോട്ട് വരാത്ത ആൾക്കാരുണ്ട്. പലപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു വിഷയം, എങ്ങനെയെങ്കിലും ഡോക്ടറെ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടൂ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സോഷ്യൽ വർക്കേഴ്സിനോടും ഞങ്ങളൊക്കെ വിളിച്ച് വീട്ടിൽ സംസാരിച്ച് കഴിഞ്ഞാലും അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും ഇവർക്ക് 2-3 മാസം വീട്ടിലേക്ക് പോകാനൊക്കെ ഇവർ ചോദിക്കും. അപ്പോൾ ഞങ്ങളെപ്പോഴും എല്ലാ ഞാൻ പ്രത്യേകിച്ചിട്ടും ഇങ്ങനെയുള്ള എല്ലാ രോഗികളോടും പറയുന്നത്, നിങ്ങൾ കുറച്ച് കാലം 2-3 മാസം അവിടെ പോയി നിൽക്ക്, അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു പോവുക എന്നൊക്കെയാണ് പറയുക. പക്ഷേ പലപ്പോഴും ഇവിടെ കൊണ്ടുവരുമ്പോഴുള്ള ഉത്സാഹം ഇവിടെ നിന്ന് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ അവർ കാണിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്.
പലപ്പോഴും പല പേഷ്യൻസും 2-3 ഗുളികകൾ കൊണ്ട് പിന്നെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ടുള്ള പല പേഷ്യൻസും ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ തയ്യാറായി ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മളെല്ലാവരെയും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലൊരു രോഗത്തിലൊരു സൗഖ്യം ഉണ്ടാക്കി തിരിച്ചയക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ബാംഗ്ലൂരാണ് നേഴ്സിംഗ് പഠിച്ചത്. നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം 10 വർഷത്തോളം പല ഹോസ്പിറ്റലുകളായിട്ട് ഇന്ത്യയിലും ഗൾഫിലും വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡിവൈൻ കെയർ സെൻ്ററിൽ വന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറൊരു സ്ഥലത്തും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് പൊതുവെ. 268ഓളം പേഷ്യൻസ് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവരുടെ ദൈനംദിന പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കി അവരിലെ ഒരാളായിട്ട് കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞങ്ങളുടെ സ്റ്റാഫുകളുടെ എല്ലാവരും കാര്യം എടുത്താൽ ഒരു സ്ട്രെസ് റിലീവിങ്ങും ടെൻഷനും എല്ലാം കുറഞ്ഞു കിട്ടുന്ന ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് മെമ്മറബിളാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എനിക്ക് വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. ഡിവൈൻ കെയർ സെൻ്ററിൽ വന്നിട്ട് 1 വർഷമായി. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഡിവൈൻ്റെ ഡി അഡീഷൻ സെൻ്ററിലായിരുന്നു. അവിടെ ഞാൻ ഒരു 9 വർഷം ഡി അഡീഷൻ സെൻ്ററിലായിരുന്നു. പിന്നെ എനിക്ക് സുഖമില്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നാൾ ജോലി നിർത്തി. പിന്നെ വീണ്ടും ഇവിടെ തന്നെ കെയർ സെൻ്ററിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പോലെയല്ല, ഇത് നമുക്കൊരു സേവനം ആണ്. ഇവിടെ എല്ലാവരും പേഷ്യൻസൊക്കെ നമ്മളിപ്പോൾ ഒരു ദിവസം ഇവിടെ ജോലിക്ക് വന്നില്ലെങ്കിലും അവർ ചോദിക്കും എന്താ വരാഞ്ഞ്, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി, ഇന്നലെ കണ്ടില്ലല്ലോ. അങ്ങനെ ഭയങ്കര സ്നേഹമാണ് ഇവർ. ഞങ്ങൾക്കും അങ്ങനെ തന്നെ തിരിച്ചും ഞങ്ങൾക്കും ഭയങ്കര സ്നേഹമാണ് അവരോട്. പിന്നെ ഇവിടെ അച്ഛനായാലും സിസ്റ്റേഴ്സും എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വേറൊരു ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇത് വളരെ സന്തോഷമായിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു, ഒരു സേവനമായിട്ട് ചെയ്തു പോകുന്നു. പേഷ്യൻസിനും എല്ലാവരും എൻ്റെ സ്വന്തം കുടുംബം പോലെ ഞാൻ നോക്കുന്നു. ഞാൻ എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം രാവിലെയും വൈകുന്നേരവും ആ ശുശ്രൂഷ കേന്ദ്രത്തിൽ പോകും. കാരണം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വചന ശുശ്രൂഷയുമായി അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് അവിടെ താമസിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ ഇതിൻ്റെ എല്ലാം കൂടെയാണ് ഈ ഒരു ശുശ്രൂഷ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരുന്നത് ഈ സിസ്റ്റേഴ്സ്, ഒപ്പം സിസ്റ്റർമാരെ സഹായിക്കാനായിട്ട് നേഴ്സുമാർ, അത് വോളണ്ടിയേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, ഇങ്ങനെ ഒരു ടീം തന്നെ അതിനു വേണ്ടിയുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും അവിടെ ചെല്ലുമ്പോൾ കാണുന്നതായൊരു കാര്യം, ഇവർ കുടുംബത്തിനായിരുന്ന ആളുകളിൽ വളരെ ഭാരപ്പെട്ട് ദുഃഖിച്ച് കഴിഞ്ഞിരുന്ന അവരെ ഈ ഡിവൈൻ കെയർ സെൻ്ററിലേക്ക് വന്നതോടുകൂടി അവിടെ എല്ലാം മനോഭാവത്തിൽ മാറ്റം, പ്രതികരണത്തിൽ മാറ്റം, വളരെ വയലൻ്റായിട്ട് ഉണ്ടായിരുന്നവരെല്ലാം വളരെ ശാന്തതയോടുകൂടി അവിടെ ആയിരിക്കുന്നതും ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതുമായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒക്കുപേഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പരിശീലനം, അത് പല രീതിയിലാണ്. അവരെ ഇവരുടെ ആ ഒരു മാനസിക തലത്തെ മാറ്റിയെടുക്കാൻ തക്ക വിധത്തിൽ അവർ പല വിധത്തിലുള്ള കൃഷികളിൽ ഏർപ്പെടുന്നു, അതുപോലെ തന്നെ കളികളിൽ ഏർപ്പെടുന്നു, പല വിധത്തിലുള്ള ഗെയിമുകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ അവരെല്ലാം ഏത് അവസ്ഥയിലാണോ വന്നത്, ആ വന്നതായ അവസ്ഥയിൽ നിന്ന് സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വപൂർവ്വം നിർവഹിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു തലത്തിലേക്ക് അവർ വരികയാണ്. അപ്പോൾ ഇവരുടെ, ഞാൻ പറഞ്ഞു, ഈ ഒക്കുപേഷൻ തെറാപ്പിയുടെ ഭാഗമായും അതുപോലെ അവരുടെ മാനസിക തലത്തെ ആരോഗ്യത്തിൻ്റെ തലത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടും അവിടെ ഇവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ബേക്കറി സെക്ഷൻ, ബേക്കറി യൂണിറ്റ് തുടങ്ങി. ആ ബേക്കറി യൂണിറ്റിൽ നിർമ്മിക്കുന്നതായിട്ടുള്ള ബ്രെഡും ബെന്നുമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വരുന്നതായിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ കുടിവെള്ള നിർമ്മാണ കേന്ദ്രം, കൊന്ത കെട്ടുന്ന കേന്ദ്രം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെടുന്ന പുരുഷന്മാരും സ്ത്രീകളും അവിടെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ എല്ലാ ദിവസവും ബാക്കി കളിക്കാനായിട്ട് സാധിക്കുന്നവർ വോളിബോള്, ഷട്ടില്,
മറ്റ് കളികളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാനസികമായ തലത്തിൽ വീക്കായിരിക്കുന്നവരെ മാനസികമായ തലത്തിൽ വളരെയധികം ആരോഗ്യം, ഈ ആരോഗ്യം അവരെ പല വിധത്തിലുള്ള ജോലികൾ ചെയ്യാൻ, അത് കൃഷി മേഖലയിലായാലും ബേക്കറിയുടെ മേഖലയിലായാലും മറ്റ് പല യൂണിറ്റിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇവർ ആ തലത്തിലേക്കൊക്കെ വന്നു. ഇവർ പിന്നീട്, അതായത് ഇവിടെ കൊണ്ടാക്കിയതിന് ശേഷം 6 മാസം 1 വർഷം കഴിഞ്ഞ ശേഷം വരുന്ന വീട്ടുകാർക്ക് ഇവരെ കാണുമ്പോൾ അത്ഭുതമാണ്. കാരണം അത്രമാത്രം ചേഞ്ച് അവിടെയുള്ള ആ രോഗികളിൽ കർത്താവ് നൽകുന്നു കാണുന്നു. പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന, വൈകുന്നേരം ആരാധന, ജപമാല, അങ്ങനെ ആത്മീയ തലങ്ങളിൽ ഒരു ദൈവിക ഇടപെടലിന് ആവശ്യമായ രീതിയിലെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. എല്ലാ വർഷവും ഈ രോഗികൾക്ക് വേണ്ടി 5 ദിവസത്തെ ധ്യാനം നടത്തുന്നു. അങ്ങനെ വാർഷിക ധ്യാനം, അവരുടെ വീട്ടുകാരെ വിളിച്ച് അങ്ങനെ വീട്ടുകാരും ഒന്നിച്ചിരുന്നുള്ള ധ്യാനം. പിന്നെ എല്ലാ വർഷവും തന്നെ ഇവരെ ഒന്നിച്ചു കൂട്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കലാ കായിക മത്സരങ്ങൾ, അതിൻ്റെ വാർഷികം, ഇങ്ങനെ ഓരോ രീതിയിലും മാനസിക തലത്തിൽ നിന്ന് മാനസിക ആരോഗ്യത്തിൻ്റെ നിറവിലേക്ക് ഉയർത്തുന്ന സംരംഭമാണ് ഡിവൈൻ കെയർ സെൻ്റർ നടക്കുന്നത്. ഡിവൈൻ കെയർ സെൻ്റർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാന സ്തംഭമാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വചന ശുശ്രൂഷയുടെ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരസ്നേഹ ശുശ്രൂഷ കേന്ദ്രമാണ്. ഞാൻ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഞാൻ കിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദ്. പിന്നെ അതുപോലെ ഖത്തർ പെട്രോളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പേഷ്യൻസിനെ കണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയർ വേറൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ തരുന്നത്. പിന്നെ ഇവിടെ പേഷ്യൻസിന് കെയർ കൊടുക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. മീൻസ് സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടും വളരെയധികം വല്ലാത്തൊരു ഉണർവാണ് കിട്ടുന്നത്. പിന്നെ ഈ പേഷ്യൻസിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഒരു, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ താമസിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയതാണ്. അപ്പോൾ ആക്ച്വലി ആ ഒരു ഫീലിംഗ് നികത്തുന്നത് ഇവിടെയാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കംഫർട്ടബിളാണ് ഇവിടെ വർക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ കൊളീഗ്സ് ആണെങ്കിലും എൻ്റെ പേഷ്യൻസ് ആണെങ്കിലും എല്ലാവരും വളരെ കംഫർട്ടബിളാണ് എനിക്ക്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടൊരു 3 മാസമായിട്ടുണ്ട്. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഒരു 4 വർഷം BSc നഴ്സിംഗ് പഠിച്ചു. അത് 2021 ഡിസംബറോടെ പൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വർഷം ഡിവൈൻ തന്നെ ഡി-അഡിഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നത് ജോലിക്ക് തന്നെ ആയിട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കിങ്ങനെ കുറേ ഇവരെ കണ്ടപ്പോൾ പാവം ആയിട്ട് തോന്നുകയും പിന്നെ അവരുടെ ഓരോ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വിഷമമൊക്കെ തോന്നാറുണ്ട്. പിന്നെ പതുക്കെ ഇവരായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനൊക്കെ പറ്റി. പിന്നെ എല്ലാ ദിവസവും ഇവർക്ക് മരുന്നും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളൊക്കെ നോക്കി വന്നു. പിന്നെ കുറേ പേരൊക്കെ ആരും ഇല്ലാത്തവരാണ്. കുറച്ച് പേരൊക്കെ കുറേ മാനസിക ബുദ്ധിമുട്ടോട് എല്ലാ ദിവസവും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യണവരാണ്. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിനകത്തൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇവരെ ചില സമയത്ത് നമുക്കെന്ത് ഇവരോട് പറയണമെന്ന് അറിയില്ല. ഇവരുടെ അവസ്ഥ കാണുമ്പോൾ പിന്നെ അവരെ ആശ്വസിപ്പിച്ച് അവരോട് പറയും എല്ലാ കാര്യങ്ങളും ശരിയാവും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ നിർത്താത്തതാണ് പതിവ്. ഈ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് ഡിവൈൻ ഡി-അഡിക്ഷൻ ആൻഡ് മെൻ്റൽ കെയർ സെൻ്റർ. ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ഈ ഭാഗത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം എനിക്ക് തോന്നുന്നു ഏകദേശം 20ഓളം വർഷമായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളും അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള ആളുകളെയും
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഡിവൈനിലെ അച്ഛന്മാരാണ് ഈ ഒരു സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത്. ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, മരുന്ന് ഇതെല്ലാം അവരുടെ ആവശ്യമനുസരിച്ച് കൊടുക്കുന്നതാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. അതുപോലെ തന്നെ പ്രാർത്ഥന, അതുപോലെ മ്യൂസിക്, വ്യായാമം, മറ്റ് യോഗ പ്രവർത്തനങ്ങളെല്ലാം ഈ രോഗികളുടെ മുൻപോട്ടുള്ള മാനസിക ഉല്ലാസത്തിനും അതുപോലെയുള്ള അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നടന്നു വരുന്നതാണ്. ഇന്ന് ഈ മേലൂർ പഞ്ചായത്തുമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രം സഹകരിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. പ്രളയത്തിലും കൊറോണയിലുമെല്ലാം നല്ല രീതിയിൽ ഇവിടെ രോഗികളെ ആ ഒരു പ്രതിസന്ധികളിലെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള മാർട്ടിൻ അച്ഛൻ, പിന്നെ സ്റ്റാഫുകൾ, അതുപോലെ സിസ്റ്റേഴ്സ്, ഒരുപാട് പേരുടെ പിന്നിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ന് ഈ സ്ഥാപനം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ നമുക്കറിയാം, മാനസിക രോഗം അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥതയുള്ളവരെ ഒരു രോഗിയായിട്ട് കണ്ട് മാറ്റി നിർത്തുന്നതും മറ്റുള്ളവരെന്താ ഭയപ്പാടോടുകൂടിയാണ് ഇവരെ കാണുന്നത്. അപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി അവരെ നോക്കി കണ്ടുകൊണ്ട് ചികിത്സിക്കാനും അവരുടെ മുന്നോട്ടുള്ള സംരക്ഷണത്തിനൊക്കെ ആയിട്ട് ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ ആണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സമൂഹത്തിനെല്ലാം വളരെ ഒരു വലിയ മാതൃകയാണ് ഈ ഡിവൈൻ കെയർ സെൻറ്റർ എന്ന ഈ സ്ഥാപനം. അതുപോലെ തന്നെ ഒരു 300-ഓളം രോഗികൾ ഇവിടെ ചികിത്സയിലാണ്. അപ്പോൾ സമൂഹത്തിൽ പുറമേയും അല്ലെങ്കിൽ ചുറ്റുപാടുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇന്നിവിടെ നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ അച്ഛന്മാരും, ഡിവൈനിലെ സിസ്റ്റേഴ്സ്, പ്രേക്ഷിതർ എല്ലാവരുടെയും നല്ലൊരു കരുതലും നോട്ടവും എല്ലാം ഈ ഒരു കെയർ സെൻറ്റർ എന്ന സ്ഥാപനത്തിന് ഉണ്ട്. അപ്പോൾ അത് ഇനിയും മുന്നോട്ട് പോകുവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു.